നിർത്തും. നല്ല പരിപാടിയാണ്. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നല്ല നല്ല പ്രോഗ്രാമുകളാണ്. ഞങ്ങളാണ് മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാണ്? പലതും പല ആളുകളും നല്ല. അനീഷിനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു കോമണർ എന്ന നിലയിൽ? എന്താ പറഞ്ഞാലും പെട്ടെന്ന് കരച്ചിലാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി ലുലുമാളിന്റെ സൈഡിലുള്ള ഒരു വാക്ക് വേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ട് ഇവരോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ ചേട്ടന്മാരെ, നിങ്ങളൊക്കെ ബിഗ് ബോസ് കാണുന്നവരാണോ? അല്ല, നെയ് കാണുന്നവരാണോ? ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മീൻസ് ഇപ്പൊ ഏറ്റവും നന്നായിട്ട് അടിപൊളിയായിട്ട് കളിക്കുന്ന ആരെയാണ്? ഭാര്യയാണ്. അനുമോളിന്റെ നല്ല പെർഫോമൻസ് ആണ്. ജിസയിൽ ആര്യൻ ഇഷ്യൂനെ കുറിച്ച് എന്താണ്? നല്ല അഭിപ്രായമാണ്. ഇപ്പൊ ഓണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കാൻ പറ്റുവാണെങ്കിൽ ആരെ ക്ഷണിക്കും? അനുമോളിനെ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഹാപ്പി ഓണം. ബിഗ് ബോസ് കാണുന്ന ആണോ? ഇടയ്ക്ക് കാണാറുണ്ട്. ഈ ഒരു സീസണെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല പരിപാടിയാണ്. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നല്ല നല്ല പ്രോഗ്രാമുകളാണ്. ഞങ്ങളാണ് മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാണ്? പലതും പല ആളുകളും നല്ല. അനീഷിനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു കോമണർ എന്ന നിലയിൽ? കുഴപ്പമില്ല, ആക്റ്റീവാണ്, നല്ല ഇതായിട്ട് പറയും. കഴിഞ്ഞ സീസൺ വെച്ച് ഈ ഒരു സീസണിൽ എന്താണ് അഭിപ്രായം? ആള് പോസിറ്റീവ് എനർജി അല്ലേ, നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓണത്തിന് വീട്ടിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആരെ വിളിക്കും? മനുഷ്യനൊക്കെ നല്ല ഇതല്ലേ, ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. അവരെ സംഘടിപ്പിക്കാം. നല്ല വോയിസ് ആണ്. അപ്പൊ ഹാപ്പി ഓണം ചേട്ടാ. താങ്ക് യു, താങ്ക് യു. കാണുന്നവരാണോ? ആണോ? വല്ലപ്പോഴും കാണോ? ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ്? റെന ഫാത്തിമ. ഓക്കെ, അനുമോളെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ പറഞ്ഞാലും പെട്ടെന്ന് കരച്ചിലാണ്. ഇപ്പൊ ഈ ഓണത്തിന് നിങ്ങളുടെ വീട്ടില് ഓണം ആഘോഷിക്കാനായിട്ട് ബിഗ് ബോസിൽ നിന്ന് ആരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെ ഇൻവൈറ്റ് ചെയ്യാനാ? ജിസയിലോ? ജിസയിലും ആരെയും തമ്മിൽ ഇഷ്യൂ ഉണ്ടായിരുന്നോ? ജിസയിലും ആരും തമ്മിലുള്ള ഇല്ല. ഡെയിലി കാണുന്നവരല്ല. കഴിഞ്ഞ സീസൺ വെച്ച് ഈ ഒരു സീസൺ ആയിട്ട് എന്താണ് ഡിഫറൻസ്? എന്താണ്? അനീഷിനെ കുറിച്ച് എന്താ അഭിപ്രായം? മോക്ക് ആരാ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ്? ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള ആരാ? ജിസയിലോ? ജിസയിലിന് ഇഷ്ടം യൂസ്ലെസ്. രേണുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇഷ്ടമാണ്. വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? അപ്പൊ താങ്ക് യു കേട്ടോ. അത്രേ ഉള്ളൂ. ഈ ഒരു സീസണെ കുറിച്ച് ഒന്നും കാണാറില്ല. എന്താ ഒരു റീസൺ? നിർത്തും. കാണാറുണ്ടോ? ഇല്ല. റീസൺ ഉണ്ടോ? എന്താ കാണാത്തെ? ഓഹോ, ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? കഴിഞ്ഞ സീസണൊക്കെ വെച്ച് ഈ ഒരു സീസൺ വരുമ്പോ കണ്ടന്റ് കുറവാണ്. ഏറ്റവും യൂസ്ലെസ് ആയിട്ട് തോന്നുന്ന ആരാ ഈ ഒരു സീസണില്? ആര്യൻ. എന്തുകൊണ്ടാണ്? ആര്യനും ജിസയിലും തമ്മിലുള്ള ഇഷ്യൂ അത് എങ്ങനെയാ? ജെന്യൂൺ ആയിട്ട് തോന്നുന്നുണ്ടോ? അതോ അനുമോള്? അത് അവരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമില്ല. അപ്പൊ അനുമോള് അത് പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കണെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് അനുമോള് പറഞ്ഞത് കമന്റ് ചെയ്തത് ഇത് പുറത്ത് ഇടാൻ പാടില്ല, അവരെല്ലാം ഭാവിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള. പക്ഷെ പിന്നെ അനുമോള് അത് പറഞ്ഞല്ലോ, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അനുമോളിനെ കുറിച്ച് എന്താണ്? അനുമോളല്ലേ ഇപ്പൊ വോട്ടിംഗ് റിസൾട്ട് ഒക്കെ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്താ ബിഗ് ബോസിലെ കൂടുതൽ കണ്ടന്റ് തന്നെ അനുമോളാണ്. കപ്പടിക്കോ? മേ ബി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബിഗ് ബോസ് കാണുവോ? ബിഗ് ബോസ് കാണുവോ? കാണൂലോ. ആണോ? ഈ സീസണിലെ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ? ഞാൻ നല്ലൊരു ഫാനല്ല. യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാന്നറിയാവോ? മീൻസ് തോന്നുന്നത് സ്വയം ആര്യനാണ്. ഇപ്പൊ അനുമോൾ കപ്പടിക്കുവോ? അതെനിക്ക് അറിയില്ല. അല്ല, എന്താ മനസ്സിൽ തോന്നണേ? അനുമോളുടെ ഗെയിം ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷേ വേറൊരു കണ്ടസ്റ്റന്റ് വരികയാണെങ്കിൽ ഈ ഓണത്തിന് ഒരാളെ വീട്ടിലേക്ക് വിളിക്കണം. ബിഗ് ബോസിൽ നിന്ന് വിളിക്കാൻ. അല്ല, ബിഗ് ബോസിൽ നിന്ന് പേരെന്താണ്?
അർജുൻ. അർജുന്റെ വീട്ടിലേക്ക് വിളിക്കുവാണെങ്കിൽ ആരെ വിളിക്കും? ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആരാ? ഫേവറേറ്റ് പ്ലെയർ മറ്റേ രണയാണോ? അല്ല പുതിയൊരു കണ്ടസ്റ്റന്റ് വന്നിട്ടില്ലേ? ജിസയിലാണോ? ലക്ഷ്മി. ഈ 5 പേര് ഈ ഇടക്ക് ലക്ഷ്മി. ഓക്കെ, ലക്ഷ്മിനെ വിളിക്കാം. അപ്പൊ ചേച്ചിയുടെ പേരെന്താ? അഞ്ജലി. ഓക്കെ, താങ്ക് യു. കാണോ? ബിഗ് ബോസ് കാണത്തില്ല. എന്താ റീസൺ? ബോസ് കാണോ? ബിഗ് ബോസ് കാണോ? ഇല്ല. കാണും. എന്താണ് ഈ ഒരു സീസണിലെ ബിഗ് ബോസിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ ആദ്യം പേര് അറിയോ? അഞ്ജലി എന്ത് ചെയ്യും അവിടെ? ഓക്കെ. അപ്പൊ കഴിഞ്ഞൊരു സീസൺ വെച്ച് ഈ ഒരു സീസൺ ബിഗ് ബോസ് എന്താ അഭിപ്രായം എന്താണ്? കൊള്ളത്തില്ലെന്ന് എന്റെ അഭിപ്രായം. അനുമോളെ കുറിച്ച് എന്താ അഭിപ്രായം? അനുമോൾ എപ്പോഴും ഇങ്ങനെ കരച്ചിൽ സ്ട്രാറ്റജി. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെ ആരുമില്ല. രണയെ കുറിച്ച് എന്താ അഭിപ്രായം? ചിവിയുടെ പോലത്തെ സൗണ്ട് ഉണ്ടാക്കുന്ന കുട്ടി. ഓക്കെ. ഈ വർഷം ഓണം ആഘോഷിക്കാൻ വേണ്ടി ഒരാളെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആരെ ഇൻവൈറ്റ് ചെയ്യും വീട്ടിലോട്ട്? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ? അങ്ങനെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അങ്ങനെ ഫേവറേറ്റ്സ് ആയിട്ട് ആരുമില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. ബിഗ് ബോസ് കാണുമോ? ഇല്ല. എന്താ റീസൺ? എന്താ? ഇപ്പോഴത്തെ കണ്ടസ്റ്റന്റ് താല്പര്യം. കഴിഞ്ഞ സീസൺ ഒക്കെ കാണുമായിരുന്നു? അങ്ങനെയല്ല, എല്ലാ സീസണും കാണാറൊന്നുമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീസൺ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ചേട്ടന്റെ പേരെന്താ? നസീം. എന്ത് ചെയ്യാ? ഞാനൊരു ജൂനിയറിൽ വർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ചേട്ടാ. ബിഗ് ബോസ് കാണാറുണ്ടോ? അതെന്താണ്? ഇല്ല. കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല. നേരത്തെ സീസൺ കാണാറുണ്ടായിരുന്നു? കണ്ടിട്ടേ ഇല്ല. കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല. കഴിഞ്ഞ സീസൺ കാണാറുണ്ടോ? ആരെയും ഏറ്റവും ഇഷ്ടം? അക്ബറിനെയാണോ ഏറ്റവും ഇഷ്ടം? ഓക്കെ. മോന്റെ പേരെന്താ? കുഞ്ഞിന്റെ പേരെന്താ? ഓക്കെ. താങ്ക് യു. എന്തോ? അക്ബറിനെയാണോ? ബിഗ് ബോസ് കാണാറുണ്ടോ? എന്താണ് അഭിപ്രായം? ഈ തവണത്തെ ബിഗ് ബോസ് ഷോ കാണോ? ചേട്ടന്റെ പേരെന്താ? അല്ല. എന്ത് ചെയ്യും അവിടെ? ഓക്കെ. അപ്പൊ ബിഗ് ബോസിലെ ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചാ എന്താ അഭിപ്രായം? എല്ലാരും യൂസ്ലെസ് ആയിട്ടാണോ? അതെന്താ കോമഡി ഡെവലപ്മെന്റ് കുറച്ചുണ്ടായിട്ടുണ്ട് നെവിന്. രണയെ കുറിച്ച് എന്താ അഭിപ്രായം? രേണു സുധിയോ അവിടെ വന്ന് അനുമോള് കപ്പടിക്കോ? സ്റ്റാൻഡിലാതെ കൊറേ കഴിയുമ്പോ വൈൽഡ് കാർഡിനെ ഒക്കെ എങ്ങനെയാണ്? വൈൽഡ് കാർഡും ഞാൻ ജിഷൻ വന്നപ്പോ കുറച്ച് കണ്ടന്റ് പ്രതീക്ഷിച്ചു. പക്ഷെ ജിഷനും ചുമ്മാ എന്തൊക്കെയോ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഒരു കണ്ടസ്റ്റന്റിനെ വീട്ടിലേക്ക് വിളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അപ്പൊ ആരെ വിളിക്കും? പഴയ കണ്ടസ്റ്റന്റ് അല്ല, ഇപ്പൊ ഈ സീസണില്, ഇപ്പത്തെ സീസൺ 7 നമ്മുടെ വീട്ടിലേക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലോ? അപ്പൊ താങ്ക് യു സോ മച്ച്. ബോസ് കാണുമോ? കാണുമെന്ന് എനിക്കറിയാലോ. കാണത്തില്ലേ? എന്താ റീസൺ? എന്താ? കഴിഞ്ഞ സീസണിലൊക്കെ കാണുമായിരുന്നോ? ഓക്കേടാ, താങ്ക് യു. ബിഗ് ബോസ് കാണുമോ? എന്താ അഭിപ്രായം കഴിഞ്ഞ സീസൺ വെച്ച് ഈ ഒരു സീസൺ? ആരെയാ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ്? എല്ലാവരും ഇഷ്ടമാണ്. അനുമോളെ കുറിച്ച് എന്താ അഭിപ്രായം? അനുമോള് വിന്നറാകാനുള്ള ശ്രമത്തിലാണോ? ഓക്കെ. ഗെയിമല്ലേ? അതെ.